അഡ്വക്കേറ്റ് അനിൽകുമാർ, നമുക്കെല്ലാവർക്കും അറിയുന്നതുപോലെ മുഴുവൻ മലയാളികളും ഉറങ്ങാൻ പോകുമ്പോൾ വീടുകളിലെല്ലാം വെളിച്ചം അണഞ്ഞു കഴിയുമ്പോഴും ഇന്ന് ലോക കേരള സഭ കൂടിക്കൊണ്ടിരിക്കുകയായിരിക്കും. തങ്ങൾക്കൊപ്പമുണ്ടായിരുന്ന ദുരന്തത്തിൽ മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നീട്ടിവെച്ച സമ്മേളനം ഇന്നത്തെ ഒരു നടപടിക്രമവും ഒഴിവായി പോകാതിരിക്കാൻ വേണ്ടി പാതിരാവോളം ചേരാൻ പോവുകയാണ്. ദുരന്തങ്ങളുണ്ടായാലും ചെയ്യേണ്ട കടമകൾ ചെയ്തു തീർക്കും എന്ന നിശ്ചയദാർഢ്യത്തോടുകൂടി വേദന അടക്കിപ്പിടിച്ച് ആ സമ്മേളനം ചേരുന്നു. ആ കാഴ്ചയിലേക്ക് നോക്കുമ്പോൾ CPIM-ൻ്റെ പ്രതിനിധി എന്ന നിലയ്ക്ക്, അതിലുപരി അഡ്വക്കേറ്റ് അനിൽകുമാർ എന്ന നിലയ്ക്ക് താങ്കൾ എന്തു പറയുന്നു? വിദേശ മലയാളി എന്ന് പറഞ്ഞാൽ അത് വിദേശത്ത് ജോലിയെടുക്കാൻ പോകുന്ന തൊഴിലാളിയാണ്. നിങ്ങൾക്ക് ആഗോളവൽക്കരണം നടപ്പാക്കുമ്പോൾ ലോകത്തിൻ്റെ ഏത് കോണിലും മൂലധനത്തിന് പറന്നിറങ്ങാം. എന്നാൽ തൊഴിലാളി അവൻ്റെ അധ്വാന ശക്തിയുമായി ലോകത്തിൻ്റെ നാനാ കോണിലേക്ക് ചെല്ലുമ്പോൾ അവിടെയെല്ലാം കുടിയേറ്റ വിരുദ്ധ നിയമം കൊണ്ട് തൊഴിലാളിയെ, അധ്വാന ശക്തിയെ വരിഞ്ഞിടുകയാണ്. ഇത്തരമൊരു പശ്ചാത്തലത്തിലാണ് ലോകത്തെ പല കാര്യങ്ങളിലും ബദലുയർത്തിക്കൊണ്ടിരിക്കുന്ന കേരളം, ആ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നയിക്കുന്നൊരു ഗവൺമെൻറ് ലോകമെമ്പാടും പണിയെടുത്തുകൊണ്ടിരിക്കുന്ന തൊഴിലാളികൾ എന്ന നിലയ്ക്ക് വിദേശ മലയാളികളെ, വിദേശത്ത് പോയ മനുഷ്യരെ ചേർത്ത് നിർത്തുന്ന ഒരു പുതിയ അധ്യായം കേരളത്തിൽ രൂപം കൊടുത്തിട്ടുള്ളത്. ഈ പദ്ധതിയോട്, ഈ പരിപാടിയോട് ലോക കേരള സഭയോട് കേരളത്തിലെ വലതുപക്ഷം, കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങൾ, കേന്ദ്ര സർക്കാരുകൾ ഇവയെല്ലാം വളരെ വളരെ നികൃഷ്ടമായൊരു നിലയാണ് സ്വീകരിച്ചിട്ടുള്ളത്. വിദേശത്ത് പോകുന്ന മലയാളി ആടുജീവിതം നയിച്ചാൽ മതി. ബഹുമാനപ്പെട്ട ബെന്യാമിൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അവിടെ മസ്ത്രകളിൽ അലിഞ്ഞുതീരുന്ന മലയാളിയുടെ യൗവനവും മലയാളിയുടെ പൗരുഷവും മലയാളിയുടെ ജീവിതവുമെല്ലാം നമ്മുടെ കൺമുമ്പിലൊരു യാഥാർത്ഥ്യമാക്കി അദ്ദേഹം അവതരിപ്പിച്ചപ്പോൾ ആ ജീവിതത്തിൽ നിന്നും നജീബിന് മോചനം നേടാൻ, അതേപോലെ നജീബുമാർക്ക് മോചനം നേടാൻ ഒരു ഗവൺമെൻറ് എന്തു ചെയ്യണം, ഒരു സംസ്ഥാന സർക്കാർ എന്തു ചെയ്യണം, അത് ലോകമുള്ള മനുഷ്യരെ മുഴുവൻ ചേർത്ത് പിടിക്കണം എന്നുള്ളതാണ് ലോക കേരള സഭയുടെ ലക്ഷ്യം. ഒരു ചെടി വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ആ ചെടി പറിച്ചെടുത്തിട്ട് വേര് മുളച്ചോ എന്ന് നോക്കുന്നത് പോലെ ഓരോ തവണയും ലോക കേരള സഭ എന്തായി എന്ന് വേര് പറിക്കുന്ന വിദണ്ഡവാദികളുടെ നാടാണ് കേരളം. കേരളത്തിലെ മാധ്യമങ്ങൾ അവർ ചോദിക്കുന്നത് കേരളത്തിലെ ലോക കേരള സഭയുടെ നേട്ടം എന്താണ്? ഒന്നാമത്തെ നേട്ടം എന്താണ്? ലോകമാകെ പരന്നു കിടക്കുന്ന മലയാളിയുടെ അവിടേക്കുള്ള സഞ്ചാരമെന്ന് പറയുന്നത് പുതിയ കാര്യമല്ല. നാളികേരത്തിൻ്റെ നാട്ടിൽ എനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട് എന്നൊരു പ്രവാസിയുടെ വേദനയോടുകൂടി ഒരു അനുഭവം. അന്നത്തെ ആ പ്രവാസി ഓർക്കുന്നത് നാരായണിക്കുളി കൂടുപോലുള്ള നാലുകാൽ ഓലപ്പുരയാണ്. അവിടെ ഇന്ന് ആധുനിക ജീവിത പരിസരത്തെ നാം രൂപപ്പെടുത്തി. എങ്കിലും പ്രവാസിയുടെ ഗ്രഹാതുരത്വമുള്ള ജീവിതമെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഓരോ പ്രവാസിയും നാട്ടിൽ നിന്നും പുറത്തുപോയി വേറിട്ട് ജീവിക്കുമ്പോഴും നിങ്ങൾക്ക് ഈ വേരുകളുണ്ടെന്നും വേരുകളെ ഞങ്ങൾ ബഹുമാനിക്കുന്നുവെന്നും ഒരു നാട് പറയുന്നത്, മലയാളക്കര പറയുന്നത് അവരുടെ മനസ്സിലും അവരോടൊപ്പം ഇവിടെ ജീവിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിലും ഉണ്ടാക്കുന്ന ആഹ്ലാദം എന്തു വില കൊടുത്താലും, എത്ര മൂല്യം കണക്കാക്കിയാലും അതിന് കണക്കില്ല. അത് തന്നെയാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, കോവിഡ് പോലെ മഹാമാരി വന്നപ്പോൾ നമ്മുടെ നാട്ടിൽ ചില മാധ്യമങ്ങൾ ചോദിച്ചു, ലോകത്തിൻ്റെ നാനാ കോണിൽ ഓരോ രാജ്യത്തും എത്ര മലയാളിയുണ്ട്? അതിന് ഉത്തരം പറയുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്ന് നമ്മളൊരു സർവേ നടത്തിയതിനെക്കുറിച്ച്. ആ സർവേയുടെ ഭാഗമായി ലോകത്തിൻ്റെ നാനാപാണുകളിൽ ജീവിക്കുന്ന മനുഷ്യരെ ബന്ധപ്പെടുത്തുന്ന, അവരെ ഓൺലൈനിൽ ബന്ധപ്പെടുത്തുന്ന പോർട്ടലുകൾ രൂപീകരിക്കുന്നതോടുകൂടി ലോകത്തിൻ്റെ ഏത് കോണിലും ഇപ്പോൾ കുവൈറ്റ് ദുരന്തം ഉണ്ടായപ്പോൾ ഇടപെടാൻ കഴിഞ്ഞതുപോലെ ഇടപെടൽ ശേഷി വർദ്ധിക്കും. ഇത്തരമൊരു ഇടപെടൽ ശേഷിക്ക് വേണ്ടി ലോകത്തിൻ്റെ നാനാ കോണുകളിലുള്ള ആളുകളെ വർഷത്തിൽ ഒരു ദിവസമോ 2 ദിവസമോ തലസ്ഥാനത്ത് വിളിച്ചുകൂട്ടി അവരുടെ വിഷയങ്ങൾ ഒരു സംസ്ഥാന മന്ത്രിസഭ അല്ലെങ്കിൽ നിയമസഭ കേൾക്കാൻ തീരുമാനിക്കുന്നത് എങ്ങനെയാണ് തൂർത്തായി മാറുന്നത്? എങ്ങനെയാണ് അസ്വീകാര്യമായി മാറുന്നത്?
എങ്ങനെയാണ് കേരള വിരുദ്ധമായി മാറുന്നത്? അവിടെയാണ് കൃത്യമായി പറയേണ്ടത്. ലോകം ആഗോളവൽക്കരണത്തിൻ്റെ ഭാഗമായ ഒരു ഗ്രാമമായി തീർന്നിരിക്കുന്നു എന്ന മിഥ്യയിൽ നിന്നുകൊണ്ട് ലോകത്തിൻ്റെ നാനാ കോണുകളിലുള്ള മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന ഒരു പുതിയ സംവിധാനമായി ലോക കേരള സഭയെ ഇടതുപക്ഷം വികസിപ്പിക്കുന്നു. 4ാം തവണ എത്തുമ്പോൾ 103 രാജ്യങ്ങൾ, അതിൽ ആഫ്രിക്കയിലെ 20 രാജ്യങ്ങൾ, ഇരുണ്ട ഭൂഖണ്ഡമായ ആഫ്രിക്കയിലേക്ക് പടർന്നു കയറുന്ന മലയാളി കുടിയേറ്റത്തിൻ്റെ പുതിയ സരണികളാണ് നമ്മുടെ മുന്നിൽ ആ യാഥാർത്ഥ്യം തുറന്നിരുന്നത്. നമ്മൾ അറിയുന്ന രാജ്യങ്ങളല്ല, അറിയാത്ത രാജ്യങ്ങളിലേക്ക് മലയാളി പടർന്നു കയറുമ്പോൾ അവരെ ചേർത്ത് നിർത്താനുള്ള സംവിധാനം. ഇന്ത്യയിൽ തന്നെ 25 സംസ്ഥാനങ്ങളിലെ പ്രതിനിധികൾ ലോക കേരള സഭ വരികയാണ്. കാരണം നമ്മുടെ ഈ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ ജീവിക്കുന്ന മലയാളി, അവരെ ചേർത്ത് നിർത്തണ്ടേ? ഇങ്ങനെ ഒരു വിശ്വ മലയാളത്തിൻ്റെ രൂപീകരണവും അതിന് സർക്കാരിനോട് സംവദിക്കാൻ കഴിയുന്ന ഒരു സംവിധാനവും ഓരോ കൊല്ലവും സർക്കാരിൻ്റെ ബഡ്ജറ്റിലും അതുപോലെ തന്നെ ഇതിൻ്റെ ഭരണപ്രവർത്തനത്തിലും അതിന് സഹായകരമായ പദ്ധതികളും അതിന് നടപ്പാക്കലും മൂന്നിട്ടിറങ്ങിയും ലോകത്തൊരു ഭരണകൂടത്തിനും ചിന്തിക്കാൻ കഴിയാത്ത ഉയരമാണ്. ഒരു കാര്യം കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഭരണഘടന ഒന്നുകൂടി നരേന്ദ്രമോദി തുറന്നു വായിക്കണം. മോദി ഇത്തവണ പാർലമെൻറ്റിൽ ചെന്നപ്പോൾ നരേന്ദ്രമോദി ഭരണഘടനയെ തൊട്ടിരുന്നു, കൊള്ളാം, അത് അടച്ചു വെച്ചിരിക്കുകയാണ്. തുറക്കുമ്പോൾ ഒന്നാമത്തെ വാചകം എന്താണ്? ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. ആ കിടക്കുന്ന വരിയിലെ അവസാനത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം. ഒരു ഫെഡറൽ ഭരണഘടനയുള്ള ഇന്ത്യ രാജ്യത്ത് ഒരു സംസ്ഥാനത്തിന് പ്രകൃതിക്ക് ലോകത്തൊരാവശ്യത്തിന് പോകണമെന്ന് പറഞ്ഞാൽ അയക്കുക എന്ന മര്യാദ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾക്കുണ്ടാകണം. അത് യാഥാർത്ഥ്യത്തിലേക്ക് എത്തിയപ്പോൾ ഇന്ത്യ രാജ്യത്തിൻ്റെ ഗവൺമെൻറ് തനി തങ്കമല്ല, ചെമ്പാണ് അവരുടെ മനസ്സിലും തെളിയുകയാണ് ചെയ്തത്. അതാണ് പുറത്തു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളം പതിവ് പോലെ അപമാനിക്കപ്പെട്ടു, ആക്രമിക്കപ്പെട്ടു. കേന്ദ്ര സർക്കാർ കേരളത്തോട് വീണ്ടും 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 വിവേചനപരമായി ദ്രോഹത്തോടെ പെരുമാറിക്കൊണ്ടിരിക്കുന്നു. അതാണ് ഇന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്.